രാജ്യത്ത് നടക്കുന്ന യുവാക്കളുടെ സമരത്തിനകത്തേക്ക് പരമാവധി ABVP RSSകാരെ കുത്തിക്കയറ്റി വിടുക, എന്നിട്ട് ആ സമരത്തെ ഹൈജാക്ക് ചെയ്യാന്നുള്ളൊരു വലിയ പ്ലാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സാധാരണ നിലയ്ക്ക് സംശയിക്കണം. അതായത് രാജ്യത്താകമാനം നടക്കുന്ന സമരത്തിനകത്തേക്ക് RSSകാരും ABVPക്കാരും എല്ലാം കൂടെ കടന്ന് ആ സമരത്തെ അങ്ങോട്ട് പൊല്യൂട്ട് ചെയ്യുക. പിന്നെ അവർക്ക് ആ സമരത്തെ ഇഷ്ടമുള്ള വഴിക്ക് ചലിപ്പിക്കാൻ കഴിയുക, ആ സമരത്തിൻ്റെ സ്വഭാവം മാറ്റാൻ കഴിയുക, ആ സമരത്തെക്കുറിച്ചുള്ള ഇമേജറി ചേഞ്ച് ചെയ്യിക്കാൻ പറ്റുക ഒന്ന്. രണ്ടാമത്തേത്, ആ സമരത്തെ അവർക്ക് ഡ്രൈവ് ചെയ്യാനും പറ്റും. ഇപ്പം അവർ നടത്തുന്ന സമരമാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യിക്കാനോ ഇഷ്ടമുള്ളപ്പോൾ തുടങ്ങാനോ പറ്റും. മറ്റേത് വിദ്യാർത്ഥികളുടെ സമരം എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ നിർത്താൻ പറ്റില്ല, അവരുടെ ഡിമാൻഡിലൂടെ സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഈ സമരത്തിൻ്റെ പല ഉദ്ദേശങ്ങൾ കാണും. ഒന്ന്, ഈ സമരത്തെ വക്രീകരിക്കാനുള്ള ഉദ്ദേശം കാണും. രണ്ട്, തന്ത്രപരമായി ഇത്തരം സമരങ്ങളുടെ നായകത്വം ഏറ്റെടുക്കാനുള്ള പരിപാടി കാണും. അങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ സമരത്തെ അവർക്ക് ഇഷ്ടമുള്ള വഴിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും, ഇഷ്ടമുള്ളപ്പോൾ നിർത്തിക്കാൻ കഴിയും, പിളർത്താൻ കഴിയും, അതിൻ്റെ ഐക്യം തകർക്കാൻ കഴിയും. അപ്പോൾ ഇതിനകത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ നടക്കുന്ന സമരത്തിന് ജൻസിയോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടാണ്. കാരണം നമ്മുടെ പരിപാടി അവരുടെ പരിപാടി നമ്മൾ യോജിച്ചു പോകുന്ന ഒന്നല്ല എന്നിവർക്ക് മനസ്സിലാവുന്നു. എന്ന് മാത്രമല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്ന ആ പരിപാടി നോക്കുക. ആ പരിപാടി രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ മനസ്സിലായത്. ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം തൊഴിൽ സുരക്ഷ, വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി, പരീക്ഷാ നടത്തിപ്പിൻ്റെ പ്രശ്നം എന്നീ 3 പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അതിന് വൻതോതിൽ ആളെ കിട്ടി, മറ്റു പരിപാടികൾ കിട്ടുന്നതിനേക്കാൾ. അപ്പോൾ അതായത് എന്താണ് ഈ രാജ്യത്തെ ഇപ്പോഴത്തെ കത്തുന്ന പ്രശ്നം, അത് ഏറ്റെടുക്കാൻ ആളില്ലാത്തതിൻ്റെ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അനാഥത്വം അനുഭവിക്കുന്നത് ഏത് വിഷയമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു. അദ്ദേഹം ആ പരിപാടി സംഘടിപ്പിക്കുന്നു. 100,000 ആളുകളാണ് അതിന് വരുന്നത്. അത് BJP കാണുന്നുണ്ട്. അത് BJPക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. കാരണം അവർ ഗ്യാസ് വില വർധനയോ പെട്രോൾ വില വർധനയോ E20 പോലുള്ള ആളെ കിട്ടുന്നു ഒരു വിഷയത്തെ. എന്ന് വെച്ചാൽ ആ വിഷയം സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കത്തിക്കടക്കുകയാണ്. അതൊരു പുതിയ തലമുറയാണ്. അവരോട് നമ്മൾ പഴയ മുഗളന്മാരുടെ കഥയോ പഴയ ബാബരി മസ്ജിദിൻ്റെ കഥയോ നരേന്ദ്രമോദിയുടെ പഴയ 2002 വിരാട് രൂപിൻ്റെ കഥയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പുതിയ കാലത്ത് പുതിയ മെച്ചപ്പെട്ട ഭരണം ഡിമാൻഡ് ചെയ്യുന്നവരാണ്. അവരോട് നാം എന്തു പറയും? വർഗീയത പറഞ്ഞിട്ട് പോലും യേശത്തില്ല. അവരെ എടുക്കാൻ രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നു. അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് സംഘപരിവാറിന്. അപ്പോൾ സംഘപരിവാർ എന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിലുള്ള വിദ്യാർത്ഥി സംഘടനകളെ കൂടി ഇതിനകത്തേക്ക് ഇറക്കി വിട്ട് ഇത് മൊത്തം കോളം കലക്കാൻ നോക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതിൻ്റെ ഭാഗമാണ് ജാർഖണ്ഡിൽ വന്ന് ഈ അരമുണ്ടാക്കുന്നത്. ഇനി മറ്റ് പല സംസ്ഥാനങ്ങളിലും RSSൻ്റെ വിദ്യാർത്ഥി വിഭാഗം അല്ലെങ്കിൽ അവരുടെ പല പേരുകളിലുള്ള വിദ്യാർത്ഥി വിഭാഗങ്ങളിലുണ്ടല്ലോ പല സംഘപരിവാർ സംഘടനകളിലേക്ക്, അവയെല്ലാം കൂടി ഇറങ്ങുകയും ഈ വിദ്യാർത്ഥി സമരത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളും വിദ്യാർത്ഥികളാണ്, ഞങ്ങളും ജനുവിന് ആവശ്യങ്ങൾ ഉയർത്തുന്നു, ഞങ്ങളും കേരളത്തിലും കർണാടകയിലും എല്ലാം തമിഴ്നാട്ടിലുമെല്ലാം ഞങ്ങളും സമരരംഗത്തേക്ക് വരുന്നൊരു ഫീൽ ഉണ്ടാക്കി മൊത്തത്തിൽ കുളവാക്കാനുള്ളൊരു പ്ലാൻ ഓണായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ കയറി അലമുണ്ടാക്കുന്നത് എന്നാണ് സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾക്കും കോൺഗ്രസിനുമെല്ലാം സവിശേഷമായ ജാഗ്രത വേണമെന്നാണ് ഞാനും പറയുക.